നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിക്കും, വെടിനിർത്തലിന് ഞാൻ തയ്യാറാണ്, പക്ഷെ എന്റെ 3 നിബന്ധനകൾ യുക്രൈൻ അംഗീകരിക്കണം, എങ്കിൽ സമാധാനം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് പുടിൻ സെലൻസ്കിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് സെലൻസ്കി തയ്യാറാകുമോ? അത് വലിയൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഒരു വേള വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ ചർച്ച നടന്നതാണ്. അന്ന് തനിക്ക് ദഹിക്കാത്ത കുറെ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞപ്പോഴാണ് സെലൻസ്കി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോരുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നത് അനുസരിക്കാമെങ്കിൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നിന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്നാണ് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഒരു അടിയറവ് പറയാൻ ഈ ഘട്ടത്തിൽ യുക്രൈൻ തയ്യാറാകുമോ? അല്ലെങ്കിൽ പുടിൻ മുന്നോട്ട് വയ്ക്കുന്ന കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കി തയ്യാറായാൽ യുക്രൈൻ ജനത അതിനെ എങ്ങനെ നോക്കിക്കാണും? കാരണം നമുക്കറിയാം, റഷ്യയെ പോലെ അല്ല യുക്രൈനിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാണ് റഷ്യക്കെതിരെ പോരാടുന്നത്, ഒരു മനസ്സോടുകൂടി. അപ്പോൾ അത്തരത്തിലുള്ള യുക്രൈനികൾ സെലൻസ്കി ഈ അടിയറവ് പറയാൻ തയ്യാറാകുകയാണെങ്കിൽ അത് എങ്ങനെ ഏറ്റെടുക്കും? പിന്നീട് സെലൻസ്കിക്ക് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ? അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സെലൻസ്കി ശരിക്കും ഒരു പത്മവ്യൂഹത്തിൽപ്പെട്ടതുപോലെയാണ്. എന്ത് നടപടി എടുക്കണം, എന്ത് തീരുമാനം, അതെല്ലാം നിർണായകമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം. ഈ പുടിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ട്രംപിന്റെ ആണെങ്കിലും കണ്ണെത്തപ്പെട്ടിരിക്കുന്നത് യുക്രൈനിലെ പല സമ്പത്തിലേക്കും കൂടിയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ അടിയറവ് പറയാൻ സെലൻസ്കി തയ്യാറാകുമോ? നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നെങ്കിൽ പൊരുതാൻ തന്നെ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങണം, അല്ലെങ്കിൽ ചാകാൻ നിന്നുകൊടുക്കണം, അതുമല്ലെങ്കിൽ സമാധാനം. അങ്ങനെ ഒരു സന്ധി ശരിക്കും എന്താണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ഇത് ഈ യുദ്ധം എന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും വഴിമാറുമോ എന്ന ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം പേടിച്ചിരുന്നു. കാരണം അത്ര കാര്യമായിട്ടുള്ള നീക്കങ്ങളാണ് രണ്ട് സൈഡിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളെല്ലാം ഒപ്പം കൂടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്ക എല്ലാം ഇതിൽ ഇൻവോൾവ് ആയി. ഇങ്ങനെ പോകുമ്പോൾ ഇത് ഏതുവരെ ചെന്നെത്തും എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ പുടിൻ ട്രംപിന്റെ കൂടി സഹായത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. യു എസിന്റെ മുമ്പിലാണ് ആദ്യം ഈ ഉപാധികൾ അവതരിപ്പിച്ചത്. റഷ്യ ഇതിനു മുൻപും യു എസിന്റെ അടുത്തും നാറ്റോയ്ക്കും എല്ലായിടത്തും പറഞ്ഞതാണ്, നാറ്റോയിൽ നിന്ന് യുക്രൈനെ പുറത്താക്കണം. യുക്രൈൻ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നത് തന്നെ യുക്രൈനിന്റെ നാറ്റോ ആഗ്രഹം മൂലമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇത് റഷ്യക്ക് ഒരു കാരണവശാലും നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു ആവശ്യമായിരുന്നു. കാരണം യുക്രൈൻ കൂടി നാറ്റോയിൽ ഉണ്ടാകുകയാണെങ്കിൽ റഷ്യയുടെ അതിർത്തി എപ്പോഴും സംരക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്നൊരു തോന്നല് റഷ്യക്ക് വന്നതിൽ നിന്നാണ് ഈ യുദ്ധത്തിലേക്ക് ഉണ്ടാകുന്നത്. തന്നെയല്ല, നാറ്റോ രാജ്യങ്ങളുടെ കരാർ അനുസരിച്ച് നാറ്റോ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ നാറ്റോ സഖ്യം ഒന്നിച്ചു നിൽക്കും. അപ്പോൾ പിന്നെ റഷ്യക്ക് തൊടാൻ കഴിയാത്ത ശക്തി. അതായിരുന്നു ഈ യുക്രൈന്റെ അതിർത്തി എന്ന് പറയുന്നത് റഷ്യക്ക് നേരെയാണ്, റഷ്യയുടെ വളരെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം റഷ്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധം 3 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ നിലനിന്ന് കഴിഞ്ഞപ്പോൾ അതിന് പ്രധാന കാരണമായി വന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക യുക്രൈന് സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര കാലം ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ യുക്രൈന് കഴിഞ്ഞത്. അപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക എന്നുള്ള ഒരു നയമായിരിക്കണം മിക്കവാറും പുടിൻ എടുത്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനോട് ഇപ്പോൾ വളരെ അടുപ്പം കാണിച്ചിരിക്കുന്നത്. ട്രംപിനെ മുൻനിർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ബാക്കിപത്രമാണ് നേരത്തെ പ്രശോഭ പറഞ്ഞ പോലെ സെലൻസ്കി അവിടെ വന്നപ്പോൾ ട്രംപ് അവിടെ കാണിച്ചതും, വൈറ്റ് ഹൗസിൽ കാണിച്ച ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ അതിൻ്റെതായിരുന്നു. അപ്പൊ ഇപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത്, ഒരു ഉപാധി അതാണ്. രണ്ടാമത്, വിദേശ സൈന്യത്തെ വിന്യസിക്കില്ല എന്ന് ഉറപ്പ് നൽകണം. എന്ന് വെച്ചാൽ ഇനി ഒരു അമേരിക്കൻ സൈന്യത്വവും ഒരു അമേരിക്കയുടെ കാലാൾപ്പടയോ വ്യോമ നാവിക ഒരു സംഭവങ്ങളും യുക്രൈനിൽ പാടില്ല. കാരണം വിദേശ സൈന്യത്തെ ഉൾപ്പെടുത്തില്ല എന്ന് കൊടുക്കണം. മൂന്നാമതായി പറയുന്നത്, ക്രിമിയ അടക്കം 4 പ്രവിശ്യകൾ റഷ്യയുടേതാണെന്ന് അംഗീകരിക്കണം. കാരണം ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യുക്രൈന്റെ ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുള്ള പ്രവിശ്യകളാണ്. കാരണം ഈ യുദ്ധം നടന്നത് 2 കാരണം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ നാറ്റോ അംഗത്വം ആവശ്യപ്പെട്ടത്. 2, ഏത് കാലത്തും റഷ്യ കണ്ണുവെച്ചിട്ടുള്ളത് യുക്രൈന്റെ ധാതു സമ്പത്തിലാണ്. അത് ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളാണ് റഷ്യ പിടിച്ചടക്കിയതും. ഈ പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറയരുത്.
ഈ 3 ആവശ്യങ്ങളും അംഗീകരിച്ചെങ്കിൽ മാത്രമേ വെടിനിർത്തലിന് തയ്യാറാകൂ. അതും എത്ര ദിവസം? 30 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കണം, അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളെ പിൻവലിച്ചതിന് ശേഷം ഈ 30 ദിവസത്തിന് ശേഷം റഷ്യ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ പിന്നീട് അമേരിക്ക സഹായിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം ട്രംപ് ഇപ്പോൾ സെലൻസ്കിയുടെ സഹായത്തില് അല്ലെങ്കിൽ സെലൻസ്കിയുടെ ട്രംപ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ട്രംപിന്റെ കണ്ണിലുണ്ണിയാണ്. നേരെ തിരിച്ച് സെലൻസ്കി ആകട്ടെ ട്രംപിന്റെ ഒരു എതിരാളിയായിട്ട് നിലനിന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു കരാറ് കൊണ്ടുവന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും അവിടുന്ന് പിന്മാറിയതിനു ശേഷം 30 ദിവസത്തിന് ശേഷം 31ാമത്തെ ദിവസം എന്ത് സംഭവിക്കും? ശരിയാണ്, അതും ഒരു വലിയ ചോദ്യമാണ്. ശരിയാണ്, ഒരു പഴുത് കിട്ടുകയാണ് പുടിന്. ആക്രമിക്കാനാണെങ്കിലും യുക്രൈന്റെ ഇനിയും പല ഭാഗങ്ങളും പിടിച്ചടക്കാനും ഒരു പഴുത് വീണ് കിട്ടുകയാണ്. അത് ഉറപ്പായിട്ടും പുടിൻ വിനിയോഗിക്കുമെന്നുള്ളത് അറിയാം. അപ്പോൾ അമേരിക്ക ആണെങ്കിൽ കണ്ണുമടച്ചിരിക്കുകയും ചെയ്യും. കൃത്യമായ ഇടപെടൽ അവിടെ നടത്തില്ല. നാറ്റോ രാജ്യങ്ങൾക്ക് മൗനം പാലിക്കേണ്ടി വരും, കാരണം അംഗത്വമില്ല യുക്രൈന്. അപ്പോൾ ശരിക്കും യുക്രൈനെ ഒരു വട്ടത്തിൽ വരിഞ്ഞു ഒരു വ്യൂഹത്തിൽ അകപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്ന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇതില് ഗുണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഇതിന്റെ തൊട്ട് മുമ്പ് 2 ആഴ്ചക്ക് മുമ്പുള്ള ഒരു ട്രീറ്റി പ്രകാരം അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ഇവര് പറഞ്ഞിരുന്നത് പുടിൻ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ ഒപ്പുവെച്ചിട്ടുള്ള കാര്യമാണ്. പുടിൻ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ ഇപ്പൊ യുക്രൈനെ പിടിച്ചെടുത്തത് അവിടെയുള്ള ധാതു സമ്പത്ത് എടുക്കാനുള്ള അവകാശം അമേരിക്കയ്ക്കാണ്. അപ്പോൾ ഇത് അവർക്ക് രണ്ടുപേർക്കും വളരെ ചേർന്ന ഒരു കാര്യമാണ്, യുക്രൈനെ ഒറ്റപ്പെടുത്തുക. നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് വരാറുണ്ട് പലപ്പോഴും, പറ്റിച്ച് ജീവിക്കുന്നവനെ പറ്റിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ റഷ്യ വലിയ കാര്യത്തെയാണ് ഈ പ്രദേശങ്ങൾ, അതായത് റഷ്യ ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം വലിയ നഷ്ടം വരുത്തിക്കൊണ്ടാണ് റഷ്യ ഈ പറയുന്ന ക്രിമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയത്. വലിയ സൈനിക നഷ്ടമുണ്ടായിട്ടുണ്ട്. ആയുധങ്ങൾ വലിയ തോതിൽ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്ര ആൾക്കാർ ഇതിനോടകം തന്നെ ഈ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി മരണപ്പെട്ടു കഴിഞ്ഞു. അത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നതോ ഈ സമ്പത്ത് അടപടലം അങ്ങ് വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴത്തേക്കാണ് അവിടെ അമേരിക്കയുടെ ഒരു എൻട്രി. അമേരിക്ക പറയുകയാണ്, നിങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലെ ധാതു അത് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും മണ്ണുചാരി നിന്നവൻ പെണ്ണുകൊണ്ട് പോകുന്നു. അത് തന്നെങ്കിൽ മാത്രം ഇത് ധാതുക്കളിൽ ഞങ്ങൾക്ക് കൂടി ഒരു പങ്ക് തരികയാണെങ്കിൽ യുക്രൈൻ ഇനി യാതൊരു സൈനിക സഹായവും കൊടുക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞു. അപ്പൊ ഇത് ആദ്യം മുതലേ ട്രംപ് പറയുന്നുണ്ട്, അമേരിക്കയുടെ സമ്പത്ത് മുഴുവനും ചോർന്നു പോയി യുക്രൈനെ സഹായിച്ചിട്ട്, അതുകൊണ്ട് ഇനി ഒരു സൈനിക സഹായവും ഞങ്ങൾ കൊടുക്കില്ല എന്ന് വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോ ആ സൈനിക സഹായം അങ്ങ് നിർത്താൻ, പക്ഷേ സൈനിക സഹായം നിർത്തണമെന്നുണ്ടെങ്കിൽ യുക്രൈൻ യാതൊരു തരത്തിലും സഹായിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്ക് പുടിൻ കൊടുക്കണം, ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കൂടി ഒരു പങ്ക് വേണം. ഒരു പങ്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മുഴുവനായിട്ടാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓടിച്ചേനെ. ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ എന്തായാലും നിർബന്ധിതരാക്കപ്പെടും പുടിൻ. കാരണം മറ്റു പോംവഴികളില്ല. ഈ തനിച്ച് നിന്ന് ഒരു യുദ്ധം യുക്രൈനോട് കഴിയുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 3 വർഷത്തെ യുദ്ധം കൊണ്ട് തന്നെ അത് പുടിന് വ്യക്തമായതാണ്. ഇനി ഒരു സമാധാനം പുലരണമെങ്കിൽ, ഈ യുദ്ധം ഒന്ന് എങ്ങനെയെങ്കിലും അവസാനിക്കണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പ്രതിനിധി ഇപ്പൊ സ്റ്റീവ് വിറ്റ്കോഫ് പോയിട്ടുണ്ട്, നിബന്ധനകൾ അത് അംഗീകരിക്കേണ്ടി വരും പുടിന് ഈ ഒരു അവസ്ഥയിൽ. കാരണം വളരെ ഒരു ലോക നേതാവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഗതികെട്ട അവസ്ഥയിലാണ് പുടിൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ട് സംസാരിക്കാനായിട്ട് സ്റ്റീവ് വിറ്റ്കോഫിനെ വിട്ടിട്ടുണ്ട്. അപ്പൊ ചർച്ച നടക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ചർച്ച നടക്കുന്നത് തീർച്ചയായും അവരുടെ ഭാവിയിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം? അമേരിക്കയാണ് ചർച്ചയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത്. കുറച്ചു മുമ്പ് അമേരിക്ക പറഞ്ഞതാണ് ഇനി വല്യേട്ടൻ കളിക്കാൻ ഞങ്ങളില്ലാന്ന്. പക്ഷെ ഇപ്പോഴും വല്യേട്ടനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരേണ്ടതെല്ലാം കൊണ്ടേ സ്റ്റീവ് വിറ്റ്കോഫ് പോരുള്ളൂ എന്നുള്ളത് ട്രംപിന് ഉറപ്പുണ്ട്. ഇതിനുശേഷം ട്രംപ് പറഞ്ഞിട്ടുണ്ട് പുടിനുമായിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാം, അത് ഫൈനൽ സെറ്റിൽമെന്റ്.
അപ്പോൾ ഇനിയിപ്പോൾ യുക്രൈന്റെ തീരുമാനം അത് നിർണായകമാണ്. കാരണം രണ്ട് ശക്തികളോട് ഒരേപോലെ പൊരുതി നിൽക്കാൻ യുക്രൈന് കഴിയില്ല. കാരണം അമേരിക്കയോടും റഷ്യയോടും ഒരുപോലെ പൊരുതാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം യുക്രൈൻ ഇപ്പൊ ഒറ്റപ്പെട്ടു പോയി. കാരണം അമേരിക്ക സഹായം നൽകില്ല എന്ന് പറയുന്നു. നാറ്റോ രാജ്യങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ ആര് സഹായിക്കും? നമുക്കറിയാം, ഈ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കിയെ ഏറെ അപമാനിച്ചുകൊണ്ട് ഇറക്കി വിടുന്ന ഒരു ഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സെലൻസ്കിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഒരു സമയത്തും അങ്ങനെ ഒരുമിച്ച് നിന്ന ചരിത്രമില്ല. കാരണം ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ കാലുവാരുന്ന ഒരു സമീപനം കാണിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളെ അവരുടെ വാക്കും കേട്ടുകൊണ്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെടാനൊന്നും കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ അവരും ഒരു യുദ്ധത്തിന് പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും ഈ പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ്. ഇനിയിപ്പോ അമേരിക്ക തീരുമാനിക്കും യുക്രൈന്റെ ഭാവി എന്തായിരിക്കണം, റഷ്യയുടെ ഭാവി എന്തായിരിക്കണം എന്നൊക്കെ ട്രംപ് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സെലൻസ്കിയും പറഞ്ഞു, US നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കും, പോസിറ്റീവായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്, ഏത് നീക്കത്തിനും ഞങ്ങൾ തയ്യാറാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ US റഷ്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് സെലൻസ്കിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ റഷ്യയും കൂടി വെടിനിർത്തൽ അംഗീകരിച്ചാൽ ഇപ്പോൾ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാം എന്നാണ് സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ ഇനിയൊരു അടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള തോന്നല്, അല്ലെങ്കിൽ ആ ഒരു നിലപാട് യുക്രൈന് വന്നു കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ സഹായം ഇനിമേൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് നന്ദി എന്നാണ് സെലൻസ്കി പറഞ്ഞിട്ടുള്ളത്. നന്ദി ഏത് അർത്ഥത്തിലാണെന്ന് അറിയത്തില്ല, പെരുത്ത് നന്ദിയുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കായി ട്രംപിന്റെ പ്രതിനിധി റഷ്യയുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. അതിന് മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. പുടിൻ അതിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. റഷ്യയുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ ബലൂറിസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി യുക്രൈന്റെ തലയിലേക്ക് ഈ ആയുധങ്ങൾ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയർ ബോംബുകൾ ഇടുന്നതിന് കുറച്ചുകൂടി സൗകര്യം നോക്കിയിട്ട് ബലൂറിസിലേക്ക് ഈ ആയുധങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ പോളണ്ട് അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ അമേരിക്കയിലേക്ക് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നെ മുൻപാണെന്നുണ്ടെങ്കിൽ പോളണ്ട് ഇങ്ങനെ ചെയ്ത് അമേരിക്കയിലേക്ക് നീക്കിയത് യുക്രൈന് സഹായമാണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറയാൻ പറ്റില്ല. റഷ്യ അതുപോലെ തന്നെ ഈ ആയുധങ്ങളെല്ലാം അങ്ങോട്ട് നീക്കിയത് ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണോ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള 31ാമത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയമാണ് വീണ്ടും നിലനിൽക്കുന്നത്. അത് സെലൻസ്കിയുടെ നിലപാട് പോലെ ഇരിക്കും. അതുപോലെ തന്നെ വേറൊന്നുള്ളത്, റഷ്യക്ക് ചുറ്റും അമേരിക്കയുടെ നേവൽ ബേസ് ഉണ്ട്. അപ്പൊ അമേരിക്ക ഇടപെട്ട് യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറാം എന്നുള്ള മറ്റൊരു ചിന്ത കൂടി ഇവിടെ വേണ്ടതുണ്ട്. ഇപ്പോ അമേരിക്ക വീണ്ടും യുക്രൈന്റെ അടുത്ത് തന്നെ നിൽക്കുകയും അമേരിക്ക ഇടപെട്ടിട്ട് പോലും റഷ്യ വെടിനിർത്തലിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അമേരിക്ക വീണ്ടും റഷ്യക്കെതിരെ നീങ്ങും എന്നുള്ള ഒരു സാധ്യത കൂടി. നമ്മൾ എന്തായാലും ചർച്ച പറയുമ്പോൾ നമുക്ക് 1-2 സാധ്യതകൾ പറയണം. ഒന്നാണ് ഇപ്പൊ ഈ പുടിൻ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യം, അമേരിക്ക പുടിന്റെ സൈഡ് നിൽക്കുമോ എന്ന്. പക്ഷെ പുടിൻ പറയുകയാണ് ഇന്നത്തെ ചർച്ചയില് ഈ പിടിച്ചെടുത്ത ധാതുക്കളുടെ കുറച്ച് പകുതി നൽകാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്ക് നൽകാൻ അമേരിക്കയ്ക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് കൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അപ്പോഴും വെട്ടിലാകാൻ പോകുന്നത് റഷ്യ ആയിരിക്കും. കാരണം അമേരിക്കയുടെ നേവൽ ബേസ് റഷ്യയുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ വീണ്ടും ഒരു യുദ്ധം മറ്റൊരു തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഉണ്ടായെങ്കിലോ എന്ന് പേടിച്ചിട്ട് കൂടി ആയിരിക്കണം ഇപ്പോൾ ബെലൂറിസിലേക്ക് സ്വന്തം ന്യൂക്ലിയർ സംഭവങ്ങളെല്ലാം തന്നെ, ആയുധങ്ങളെല്ലാം തന്നെ ബെലൂറിസിലേക്ക് പുടിൻ നീക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ, എല്ലാ രാജ്യങ്ങളും പരസ്പരം ആരും തമ്മിൽ വിശ്വസിക്കുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വിശ്വസ്തത പുലർത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേൾക്കുന്നു, സെലൻസ്കി പറയുന്നു ട്രംപ് എന്ത് പറഞ്ഞാലും കേൾക്കാം, ട്രംപിന് നന്ദി എന്ന് പറയുന്നു, ഇദ്ദേഹം പറയുന്നു, പുടിൻ പറയുന്നു, പിന്നെ വളരെയധികം നല്ല പോലെ ഇടപെട്ടിട്ടുണ്ട്, യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൽ വളരെയധികം നന്ദിയുണ്ടെന്ന് പുടിൻ പറയുന്നു. അമേരിക്ക പറയുന്നു ഈ ലോകം മുഴുവൻ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ ഞങ്ങൾ ഇടപെടുമെന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ശരിയല്ല. എല്ലാവരും അവനവന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഇനിയുള്ള കാലം മുഴുവൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുമെന്നൊന്നും
നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള ഒരു ഇടവേള, അത് മാത്രമായിരിക്കും സമാധാനം. അത് ചിലപ്പോൾ ഈ 30 ദിവസമായിരിക്കും. അതെന്താണെന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും പുടിന്റെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചയിൽ പുടിൻ എടുക്കുന്ന തീരുമാനം അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ യുക്രൈനെ പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ അമേരിക്ക ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇവരുടെയൊക്കെ ഈ വെപ്രാളം, ഈ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒന്നും നഷ്ടപ്പെടാനില്ല, കിട്ടാനേ ഉള്ളൂ. അത് ഈ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ജയിലാണെന്ന്. അപ്പൊ ആ ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. എന്തായാലും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഒരു 3 വർഷമായി ഒരു യുദ്ധമാണ്, അത്ര നിസ്സാരമല്ല. നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും എല്ലാം ഒരുപാട് നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞിട്ടായിരിക്കും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സംരംഭങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റിന് ഇനി ഒന്നും തന്നെ ഇല്ല എന്നുള്ള മാത്രമല്ല നമുക്കറിയാം ഈ രാജ്യങ്ങളിലൊക്കെ കൃഷി അതെല്ലാം സ്തംഭിച്ചു കിടക്കുന്ന ഒരവസ്ഥ. അതൊക്കെ വളരെ ലോകത്തെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാം ഇവരുടെ ഈഗോ മാറ്റി വെച്ചിട്ട് ഒരു സമാധാനത്തിന് തയ്യാറാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.